അൽഹംദുലില്ലാ, നമ്മൾ ഒരു പുതിയ വിശേഷം കൂടി നമ്മുടെ സൊസൈറ്റിയോട്, നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ പോവുകയാണ്. നമ്മുടെ ഗേൾസ് അക്കാദമി അല്ലേ? മാഷാ അല്ലാ. രാമനാട്ടുകരയിൽ നമ്മൾ ഗേൾസ് അക്കാദമി ആരംഭിച്ചപ്പോൾ ഒരുപാട് പ്രതീക്ഷയും അതോടൊപ്പം ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ചിന്തകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഉണ്ട്. അതിൽ പ്രതീക്ഷ വളരെ ശോഭിച്ച് നിൽക്കുകയാണ് നമ്മൾ. അൽഹംദുലില്ലാ, ഒരാഴ്ച കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ചയിലധികമായി. ഈ ആഴ്ച ഇന്ന് നമ്മുടെ കുട്ടികളുടെ കൂടെ ഇരുന്നപ്പോൾ അവരുടെ പ്രതീക്ഷയും അവരുടെ വളർച്ചയും ഒക്കെ വളരെ സന്തോഷിപ്പിക്കുന്നതാണ്. രക്ഷിതാക്കളൊക്കെ വളരെ നല്ല സാറ്റിസ്ഫൈഡ്, നല്ല അഭിപ്രായം, നല്ല സന്തോഷം. അതിലേറെ കുട്ടികളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അവർ സ്വയം പഠിക്കാൻ തുടങ്ങുകയാണ്. ഓരോ മാറ്ററും അവരെ മോഡറേറ്റ് ചെയ്യാണ് നാം ടീച്ചേഴ്സ്. ആ മോഡറേഷൻ അവർ ആസ്വദിക്കുകയാണ്. അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ ചോദിക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷം. പൊതുവെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കേണ്ട വലിയൊരു മാറ്റമാണിത്. തീർച്ചയായും. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇച്ചിരി പിന്നോക്കം നിൽക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് വേദനിക്കേണ്ടി വരിക, വിഷമിക്കേണ്ടി വരിക എന്നതിന് പകരം ഏതെങ്കിലും വിഷയത്തിൽ പിന്നോക്കമാണെങ്കിൽ അവർക്കൊരു പ്രതീക്ഷ, എന്നെ ആര് സപ്പോർട്ട് ചെയ്യും? എൻ്റെ ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യും. പകരം ഒരു പോരായ്മയുള്ളവർ ടീച്ചേഴ്സിനെ ഭയപ്പെടുക. അവിടെ ഒരു ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബാക്ക്വേർഡ്നെസ് എന്നത് ഭയപ്പെടേണ്ട ഒരു വിഷയമല്ല. രണ്ട് രീതിയിലാണ് ഈ ബാക്ക്വേർഡ്നെസ് ഉണ്ടാകുന്നത്. ഒന്ന് കഴിവില്ലായ്മയാണെന്ന് സങ്കല്പിക്കുക, മറ്റൊന്ന് എവിടെയോ കിട്ടേണ്ടത് കിട്ടാതിരിക്കുക. ഇത് രണ്ടിനും അവരെ അല്ലല്ലോ ശിക്ഷിക്കേണ്ടത്. മറ്റൊന്ന് അവരെ അറിഞ്ഞ് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഒരാള് മറുവശത്തില്ല എന്നുള്ളതും തീർച്ചയായും അതൊരു കാരണം. അതിനും അവരല്ലല്ലോ അവരല്ല കുറ്റപ്പെടുത്തേണ്ടത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. ഒരു ക്യാമ്പസിലേക്ക് വരുമ്പോൾ, ക്യാമ്പസ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന അതേ സന്തോഷം ക്യാമ്പസിലേക്ക് വരുമ്പോൾ ഉണ്ടാകും. അത് നമ്മൾ തുടക്കത്തിലേക്കാണ് കാണുന്നുണ്ട്. പ്രാക്ടിക്കലായ ഒരു ആശയമാണ് ഈ ആശയമെന്ന് നമുക്ക് ബോധ്യം. അവർ തന്നെ പറയുന്നുണ്ട്. കാരണം അവര് വരുന്ന സമയത്ത് ഇങ്ങനെ വലിയ ഒരു കോളേജോ അല്ലെങ്കിൽ ഒരു ആംബിയൻസ് ഇല്ലല്ലോ. പിന്നെ മറ്റൊന്ന് ഒരുപാട് കുട്ടികളെ അവർക്ക് കാണാൻ കിട്ടുന്നില്ല. അങ്ങനത്തെ ആശങ്ക പറഞ്ഞു വന്നവര് ഇവിടെ എത്തിയപ്പോ ഇതാണ് യഥാർത്ഥ ഒരു ഇതെന്ന് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അതൊന്നും ജീവിതത്തിൽ അവരുടെ വിദ്യാഭ്യാസത്തിലോ വലിയ കെട്ടിടം അവർക്ക് ഉപകാരപ്പെടുന്നില്ല. ഒരുപാട് കുട്ടികൾ അത് ഒരു പേഴ്സണൽ ലൈഫിൽ ഉപകാരപ്പെടുന്നത് എന്തായിരുന്നു നമുക്ക് കിട്ടേണ്ടത് എന്നുള്ളത് ഇവിടെ വന്നിട്ട് അവര് ശരിക്കും അറിഞ്ഞു. ഇത് കിട്ടിയപ്പോഴാണ് അവർ അറിയുന്നത് എന്താണ് വിദ്യാഭ്യാസം, വിദ്യാഭ്യാസം എന്തായിരിക്കും. നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കാനുള്ളത്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലീഡ് ചെയ്യുന്നവർക്ക് അല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മക്കളെ അയക്കുന്ന രക്ഷിതാക്കളും ഇതൊക്കെ തിരിച്ചറിയണം. കാരണം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തിപ്പെടുന്ന വിദ്യാർത്ഥികൾ അവര് ആ പഠനം ആസ്വദിക്കണം. പക്ഷെ ഇപ്പൊ ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണ ഉള്ളൊരു വാക്കാണത്. കാരണം ആസ്വദിക്കുന്നുണ്ട് ചിലര്. മൂല്യങ്ങൾ നശിപ്പിച്ച്, മൂല്യങ്ങൾക്കെതിരെ പിന്നെ സമരം ചെയ്തു, അതാണ് ആസ്വാദ്യം എന്ന് തെറ്റിദ്ധരിച്ച് ആസ്വദിക്കുന്നത്. മൂല്യങ്ങളെ കൊഞ്ഞനം കുത്തി അതാണ് ആസ്വാദനം എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. സത്യത്തിൽ അവർ സ്വന്തത്തെയാണ് കുഞ്ഞനം കുത്തുന്നതെന്ന് പിന്നെയാണ് അവർ അറിയുന്നത്. അപ്പോഴേക്ക് സമയം കഴിഞ്ഞു പോകും. ഏതായാലും നമ്മൾ ഗേൾസ് അക്കാദമി എന്നത് രാമനാട്ടുകരയുടെ പരിസരത്തുള്ളവർക്ക് തീർച്ചയായും, പൊതുവെ മറ്റുള്ള ദൂരദിക്കുള്ളവർക്കും കൂടെ വരണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് സൗകര്യമൊരുക്കാൻ നമ്മുടെ സന്നദ്ധത നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ അറിയിക്കുകയാണ്. വളർന്നു വരുന്ന കാലത്ത് നല്ല മതവിദ്യാഭ്യാസം ലഭിച്ചിട്ടും മൂല്യങ്ങൾ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക, സ്വന്തം ഫാമിലി ഉൾക്കൊള്ളാനുള്ള കഴിവ്, അതുപോലെ ലൈഫ് ഉൾക്കൊള്ളാനുള്ള കഴിവ് ഇല്ലാതെ പോവുക. അതിൻ്റെ പേരിൽ ഒരു മാതാപിതാക്കൾക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ കഴിയാത്ത ഒരു ജീവിതമായി നമ്മുടെ മക്കളുടെ ജീവിതം തകർന്നു പോവുക. അതുപോലെ മറ്റൊന്ന്, സ്വന്തത്തിൽ അവരനുഭവിക്കേണ്ട സമയത്തെ അനുഭവങ്ങൾ, ഇപ്പോൾ ഒരു വൈവാഹിക ജീവിതം ഭയത്തോടെ കാണുന്നവരാണ് പുതിയ തലമുറയിലെ പലരും. അതൊരു ആക്ഷേപസ്വരത്തിൽ പറയല്ല, ഒരു റിയാലിറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നു എന്ന് മാത്രം. അതെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ശരിക്ക് അവർക്ക് അത് സാഹചര്യങ്ങളിലാണല്ലോ അവർ വന്നത്. ആ പ്രശ്നങ്ങൾ വരൂല, അതല്ലെങ്കിൽ വരാൻ പാടില്ല എന്നത് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് വന്നാൽ, ഇനിയിപ്പോ ഒരു ലവ് അഫെയർ ആണെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റിയ ഒരു അതോറിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് കഴിയുന്നുണ്ടല്ലോ, കഴിയുമല്ലോ. കഴിഞ്ഞ ദിവസം നമ്മളെ കുട്ടികളുടെ മുമ്പിൽ ആ ചർച്ച കേട്ടപ്പോഴൊക്കെ അവർക്കൊരു പ്രതീക്ഷയുണ്ട്.
അതായത് അവർ മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയും, മനസ്സ് തുറന്ന് വിഷയങ്ങൾ പറയാൻ കഴിയും എന്ന പ്രതീക്ഷ. ലൈഫിൽ എവിടെയായാലും ഇത്തരം ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യേണ്ടി വന്നാൽ എങ്ങനെയൊക്കെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളതിന് നല്ലൊരു അവയർനെസ്. അതേസമയത്ത് പലപ്പോഴും നല്ല വിദ്യാഭ്യാസമുള്ളവരും ഒരുപക്ഷെ മനഃശാസ്ത്ര വിഷയങ്ങളിൽ നിപുണരായ ഈ വിഷയം ലീഡ് ചെയ്യേണ്ടവർ പോലും ഇരുട്ടിൽ തപ്പുന്നിടത്തെത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വിദ്യാർത്ഥികൾ അവർ നല്ല നട്ടലോടുകൂടെ തലയുയർത്തി നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു അത് വീണ്ടും നിലനിർത്തി തരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, പ്രത്യേകിച്ച് രാമനാട്ടുകരയുടെ പരിസരത്തുള്ളവർ നമ്മുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, ഇനിയും നമ്മുടെ സഹോദരിമാർ, പെൺകുട്ടികൾ, അവർക്ക് +1 ലെവലിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും +1 +2 കഴിഞ്ഞിട്ട് ഡിഗ്രി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും, കൂടാതെ സമീപകാലത്ത് വിവാഹിതരാണ്, അതേസമയം വല്ലതും പഠിക്കണമെന്നും ജീവിതത്തിലൊരു നല്ല ഒരു മേഖലയിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന അത്തരം സഹോദരിമാർക്കെല്ലാം ഉപകാരപ്പെടും വിധമുള്ള ഒരു ജീവിതം, പ്രായോഗിക ജീവിതം, പ്രാക്ടിക്കൽ ലൈഫ് ഓറിയൻറ്റഡ് ആയി ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. വിശദമായി അറിയാൻ നിങ്ങൾക്ക് നേരെ രാമനാട്ടുകരയിലെ ഹാപ്പി സോണിൻ്റെ സെൻറ്ററിൽ വന്ന് സംസാരിക്കുകയും പരിചയപ്പെടുകയും ചെയ്യാം. സ്ഥാപന വിശേഷങ്ങളുമായി തുടർന്നുള്ള ദിവസങ്ങളിലും ഈ ചാനലിൽ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാകും, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചാനലിലെ ഒരുപാട് ചർച്ചകളും ഒരുപാട് പഠനങ്ങളും ഇനിയും വരാനുണ്ട്, അതൊക്കെ ഇനിയും വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷയോടുകൂടെ നിങ്ങളുടെ മുമ്പിൽ വാക്ക് പറയാൻ ശ്രമിക്കുന്നു. ആ വാക്കുകളൊക്കെ പുലർത്താൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ഹാപ്പി ഫ്രം ഹാപ്പി സോൺ.